ഇപ്പോൾ പ്രീ ക്വാർട്ടറിൽ ഏറ്റവും വലിയ അപ്സെറ്റുകൾ ഉണ്ടായത് പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾക്കാണ്. നമുക്കറിയാം മാഞ്ചസ്റ്റർ സിറ്റി, ചെൽസി തുടങ്ങിയ ക്ലബ്ബുകളൊക്കെ മുന്നോട്ടേക്ക് പോകുമെന്ന് അല്ലെങ്കിൽ നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കുമെന്ന് തോന്നിച്ചപ്പോൾ ഒരു വൺ സൈഡഡ് മത്സരങ്ങളാണ് പല രണ്ട് ലെഗിലും നമ്മൾ കണ്ടിട്ടുള്ളത്. അതിലെടുത്ത് പറയേണ്ട ഒന്ന് റയൽ മാഡ്രിഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. അതിൽ പ്രത്യേകിച്ച് ഫസ്റ്റ് ലെഗ് സാന്റിയാഗോ ബെർണബ്യൂവിൽ സിറ്റിക്ക് യാതൊരു ചാൻസും കൊടുക്കാത്ത രീതിയിൽ റയൽ ജയിക്കുന്നു. നമുക്കറിയാം മർബലോയുടെ ഒരു ഫസ്റ്റത്തെ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനാണ് നടക്കുന്നത്. ആദ്യം ഹോസെ മൗറീനിയോയെ പുറത്താക്കുന്നു, വീണ്ടും പെപ് ഗാർഡിയോള വരുന്നു. അപ്പോൾ ഗാർഡിയോളക്കെതിരെ ഈ ഒരു 3-0 വിൻ എന്നുള്ളത് ഒരു അൾട്ടിമേറ്റ് അയാളുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അയാളുടെ അതായത് എനിക്കും ഇതൊക്കെ നടക്കുമെന്ന് തോന്നിച്ചിട്ടൊരു പെർഫോമൻസ്. അല്ല, റിയൽ ടീമിന് അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷെ ഗാർഡിയോളയുടെ ഭാഗത്തുനിന്ന് ഇത് ആദ്യ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു റിസൾട്ടാണ് ശരിക്കും. ഇപ്പോൾ ആ ബാഴ്സലോണയുടെ കൂടെയുള്ള ആ കാലം മാറ്റി നിർത്തി കഴിഞ്ഞപ്പോൾ എത്ര 13 സീസൺ കോച്ച് ചെയ്തതിൽ ഒരു ചാമ്പ്യൻസ് ലീഗാണ് നേടിയിട്ടുള്ളത്. അതിൽ പലപ്പോഴും എൻ്റെ അഭിപ്രായത്തിൽ ഓവർ തിങ്ക് ചെയ്തിട്ട് കളികൾ തോൽക്കുക. ഇപ്പം ഇതേപോലെ 5-1 2017-18 സീസണിൽ ലിവർപൂളിനോട് പോയി തോറ്റു. അപ്പോഴും എല്ലാവരും സിറ്റി ആയിരുന്നു ഫേവറേറ്റ്സായി വെച്ചിരുന്നത്. അവർ 100 പോയിന്റ് നേടിയ സീസണാണ്. പക്ഷെ ആൻഫീൽഡ് ഇതേപോലെ അരമണിക്കൂർ കൊണ്ട് കളി തീർന്നു. 31 മിനിറ്റിൽ 3-0 ആയി. എന്തുകൊണ്ട് ഇത് അവിടെ സാധാരണ കളിക്കണ മിഡ്ഫീൽഡിനെ മാറ്റി ഡേവിഡ് സിൽവ, ഗുണ്ടോവാൻ, പിന്നെ ഫെർണാൻഡിഞ്ഞോ രണ്ടുപേർക്ക് കുറച്ച് പ്രായമായിട്ടുണ്ടായിരുന്നു. അതിനെതിരെ മിൽനർ, ഹെൻഡർസൺ, പിന്നെ അലക്സ് ഓക്സ്ലേഡ് ചേംബർലിൻ. ഓക്സ്ലേഡ് ചേംബർലിൻ ഫിറ്റായിരുന്ന സമയത്ത് ഉഗ്രം ഫോമിലായിരുന്നു ആ സീസൺ. അപ്പം ആ ഒരു മിഡ്ഫീൽഡിൻ്റെ എനർജി ആയിട്ട് സിറ്റിക്ക് തീരെ കമ്പീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ബേർണബാവിൽ അത് തന്നെയാണ് സംഭവിച്ചത്. ഇപ്പോൾ എല്ലാവരും റയലിൻ്റെ സീസൺ കണ്ടിട്ടായിരിക്കും അവരെ തോൽപ്പിക്കാൻ പറ്റുന്നുള്ള ഒരു ഇതിൽ ഒരു എക്സ്ട്രാ അറ്റാക്കിംഗ് പ്ലെയറെ പിക്ക് ചെയ്യണം. മിഡ്ഫീൽഡിലാകെ ബെർണാർഡോ സിൽവയും റോഡ്രി മാത്രം. അപ്പം അത് ഒരു ഓപ്പൺ ഇൻവിറ്റേഷനായി. പിന്നെ പണ്ടത്തെ ആ ഡിഫെൻസീവ് ഒരു സോളിഡിറ്റി ഇല്ല സിറ്റിക്ക്. അപ്പോൾ അതിൽ തന്നെ റയൽ മാഡ്രിഡ് സിറ്റിക്കെതിരെ ഫസ്റ്റ് ലെഗിൽ പ്രത്യേകിച്ചും യൂസ് ചെയ്തൊരു ടെക്നിക്കാണ്. സിറ്റിയുടെ ഒരു പ്ലെയർ വരുമ്പോൾ 2-3 ആളുകൾ പ്രസ് ചെയ്യാൻ പോകുന്നു. ഒരു ഹൈ എൻഡിങ് പ്രസ്സിങ് ഒരു മോഡ്, പഴയ ഒരു യോർഗൻ ക്ലോപ്പിൻ്റെ ലിവർപൂൾ കളിച്ച ഒരു സ്റ്റൈൽ എന്നുള്ളത്. അത്തരത്തിൽ ഈ ഒരു ഫോർമേഷൻ അത്തരത്തിലൊരു പ്രസ്സിങ് റയലിന് തുടർന്നുള്ള മത്സരങ്ങളിലും നടത്താൻ പറ്റും തോന്നുന്നുണ്ടോ ഈ അർബലോ കീഴിൽ? ഈ അത് ഏത് കളിക്കാർ കളിക്കണമെന്നനുസരിച്ചിരിക്കും. ഇപ്പോൾ ട്രെൻഡൊക്കെ പ്രസ് ചെയ്ത് ശീലിച്ച കളിക്കാരനാണ്. പിന്നെ വേറെ പല ചെറുപ്പക്കാരുണ്ട്. ഇപ്പോൾ പിറ്റാർഷിന് അതിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള ഒരു കളിക്കാരനാണ്. പിന്നെ ഫ്രണ്ട് ലൈനിൽ ഇപ്പോൾ എംബാപ്പെ ചിലപ്പോൾ അതേപോലെ പ്രസ് ചെയ്തു എന്ന് വരില്ല. അപ്പോൾ അത് ഓരോ കളിക്കാരുടെ ഇതനുസരിച്ചിരിക്കും. പക്ഷേ ഈ സീസൺ മുഴുവൻ റയൽ കളിച്ചിട്ടുള്ളത് ശരിക്കും ഒരു ടീമായിട്ടല്ല. ഇപ്പോൾ ഒരു ബാഴ്സലോണ, ബയേണൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വളരെ വ്യക്തമായൊരു ടീം ഫിലോസഫി ഉണ്ട്. ഇവിടെ ജയിച്ചു പോകുന്നത് കളിക്കാരുടെ മികവ് കാരണം. ഒരു വിനീഷ്യസ് ആയിരിക്കും, എംബാപ്പെ ആയിരിക്കും, വേറെ വല്ലവരും ആയിരിക്കും. അതെ, പ്രത്യേകിച്ചും വാൽവേർഡെ ആ സിറ്റി ആയിട്ടുള്ള കളിയിൽ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു സിറ്റി റയലൊരു ഇൻഡിവിജ്വൽ ബ്രില്യൻസാണ് പലപ്പോഴും ജയിച്ചു വന്നത്. നേരെ മറുപുറത്ത് റയലിന് ഇനി ഫേസ് ചെയ്യാനുള്ളത് ബയൺ മ്യൂണിക്കാണ്. അവർ ആസ് എ ടീം ഒരു അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആണ്. ആരും റീപ്ലേസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഒന്നിനൊന്ന് മികച്ച താരങ്ങളാണ്. അപ്പം ഈ ഒരു കോമ്പറ്റീഷൻ റയൽ വേഴ്സസ് ബയൺ മ്യൂണിക് എന്നുള്ള ക്വാർട്ടർ ഫൈനലിൽ എന്തായിരിക്കും നടക്കാൻ സാധ്യത? അത് ശരിക്കും യൂറോപ്യൻ ഫുട്ബോളിൻ്റെ എൽ ക്ലാസിക്കോ ആണ് ഈ കളി. 6 തവണ സെമിയിൽ ഏറ്റുമുട്ടിയിട്ടുള്ള ക്ലബ്ബുകളാണ്. അപ്പോൾ ശരിക്കും ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ബയണിനെ പറയുള്ളൂ. പക്ഷെ ഞാനിത് ലാസ്റ്റ് 16 മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോം ഗൈഡും ബുക്ക് മേക്കേഴ്സും എല്ലാവരും സിറ്റി എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് റിയാലിൻ്റെ കോമ്പറ്റീഷനാണ്. അത് ഈ 2 ക്ലബ്ബുകളുണ്ട്, റിയൽ മാഡ്രിഡും ലിവർപൂളും. ഈ ചാമ്പ്യൻസ് ലീഗിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ ലീഗ് ഫോമിന് ഒരു പ്രസക്തി ഇല്ല. ആ ഒരു പിച്ചിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ചാമ്പ്യൻസ് ലീഗ് മാച്ചിൽ അവർ വേറെ തന്നെ ഒരു ലെവലിലാണ് കളിക്കുന്നത്. അപ്പോൾ അത് കാരണം ഞാൻ 50-50 എന്നേ പറയുള്ളൂ. അല്ലെങ്കിൽ ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ, കളിക്കാർ വെച്ച് നോക്കുകയാണെങ്കിൽ, ടീമിൻ്റെ ഒരു ഫിലോസഫിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ബയൺ ജയിക്കേണ്ട കളിയാണത്. മറ്റൊരു ഹൈ ഇൻറ്റൻസിറ്റി ക്വാർട്ടർ ഫൈനൽ വരുന്നത് ലിവർപൂൾ വേഴ്സസ് PSG ആണ്. നമുക്കറിയാം കഴിഞ്ഞ വർഷം ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സീസണിലേക്ക് വരുമ്പം 2 ടീമും തമ്മിൽ ഭയങ്കര വ്യത്യാസത്തിലാണ്. അതായത് ലിവർപൂൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു. അത് ഓവർകം ചെയ്യാൻ അവർ പല
ടെക്നിക്സും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നേരെ അപ്പുറത്ത് ലീഗിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ ചെറിയ പോയിന്റ് വ്യത്യാസങ്ങളിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിലും PSG ചാമ്പ്യൻസ് ലീഗിൽ ഒരു ഹൈ കുതിപ്പാണ്. നമുക്ക് പ്രത്യേകിച്ച് അറിയാം ചെൽസിയുമായിട്ടുള്ള മത്സരം ഒരിക്കലും അത്ര വലിയൊരു അഡ്വാൻറ്റേജിൽ അല്ലെങ്കിൽ അത്ര വലിയൊരു ലീഡിൽ PSG മുന്നോട്ടേക്ക് പോകുമെന്ന് ആരും കരുതിയിരുന്നില്ല. എന്താണ് PSG ഒരു അപ്രോച്ച്? എങ്ങനെ ഉണ്ടായിരുന്നു അവർ ചെൽസിയുമായിട്ടുള്ള ഒരു മത്സരം? PSG അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവർ രക്ഷപ്പെട്ടത്. ആദ്യത്തെ ലെഗ് നോക്കിക്കഴിഞ്ഞാൽ 2-2 ഇരിക്കുമ്പോൾ 3-2 ആയപ്പോഴും കൂടി അത് ഗോൾ കീപ്പറിൻ്റെ മിസ്റ്റേക്ക്, ഫിലിപ്പ് യോഗൻസിൻ്റെ ഒരു തെറ്റ് കാരണമാണ് 3-2 ആവുന്നത്. കുറച്ച് ഒരു അനുഭവമുള്ളൊരു കോച്ചാണെങ്കിൽ അപ്പം കളി നിർത്തും അവിടെ. ഇനിയിപ്പോൾ ഈ 15 മിനിറ്റേ ബാക്കിയുള്ളൂ, നമ്മൾ ഡിഫെൻഡ് ചെയ്യും, തിരിച്ച് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ പോയി കളി തീർക്കും. ഇത് അതിന് പകരം പിന്നെയും ഓപ്പണായി കളിക്കുക. ക്വാരറ്റ്സ്കേലിയ സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങുന്നു, 2 ഗോൾ അടിക്കുന്നു, ടൈ തന്നെ തീർക്കുന്നു. അത് ചെൽസിയുടെ കഴിവില്ലായ്മ കാരണമാണ് ശരിക്കും. രണ്ടാമത്തെ ലെഗിൽ പിന്നെ PSG ശരിക്കും മാനേജ് ചെയ്തു. അവർക്ക് അടിക്കേണ്ട ഗോൾ നേരത്തെ തന്നെ അടിച്ചു. അതിലും പക്ഷെ ചെൽസിയുടെ സെലക്ഷൻ, ഇതുവരെ റൈറ്റ് ബാക്ക് കളിക്കാത്ത ഒരാളെ റൈറ്റ് ബാക്ക്, അത് ക്വാരറ്റ്സ്കേലിയയുടെ എതിരെ, അത് ശരിക്കും കഴുത്തറക്കാൻ വേണ്ടി നീട്ടി കൊടുക്കണ പോലെയാണ് ശരിക്കും. ഇപ്പോൾ അതുപോലെ തന്നെ PSG എല്ലാവരും ഫോമിലേക്ക് ഉയരുന്നു, എല്ലാവരും പരിക്ക് മാറി തിരിച്ചു വരുമ്പോൾ ചെൽസിയുടെ ഇപ്പോൾ ഡ്രസ്സിംഗ് റൂം ലീഗ്സ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ന്യൂസ് നടക്കുന്നത്. അതായത് ചെൽസിയുടെ കഴിഞ്ഞ 2 മത്സരങ്ങളിലെയും ലൈനപ്പുകൾ പുറത്തുപോയി എന്ന് പറയുന്നുണ്ട്. അത് ശരിക്കും പ്രാക്ടിക്കലി അത് ഒരു എതിർ ടീമിന് അഡ്വാൻറ്റേജ് ആയിട്ട് മുതലെടുക്കാൻ പറ്റുമോ? അഡ്വാൻറ്റേജ് ഒന്നും പറയാനില്ല. ഇപ്പം എല്ലാം അനലൈസ് ചെയ്ത് ഇപ്പോൾ ഇപ്പം ബയൺ റയലിനും എതിരെയുള്ള ക്വാർട്ടറിന് മുമ്പ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവരൊരു 3-4 ലൈനപ്പ് അവരുടെ മനസ്സിൽ കണ്ട് അതിനനുസരിച്ച് 4 വിധത്തിൽ അവർ സെറ്റപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. ഇതൊന്നും ഒരു വലിയ കാര്യമൊന്നുമല്ല. ചെൽസിയിലുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ പല കളിക്കാരും അവരുടെ ഏജൻസും ഇങ്ങനെ ബാക്കി ക്ലബ്സിന് ഫീലേഴ്സ് കൊടുക്കാൻ തുടങ്ങി. ഇപ്പം ആ എൻസോ ഫെർണാണ്ടസിൻ്റെ ഇൻ്റർവ്യൂ തന്നെ ഞാൻ ഉണ്ടാവുമെന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഒക്കെ കഴിയട്ടെ, വേൾഡ് കപ്പ് ഒക്കെ കഴിയട്ടെ എന്നാണ് പറഞ്ഞത്. ഇനി ലിവർപൂളിലേക്ക് നമുക്ക് വരാം. ലിവർപൂളിൽ നമുക്കറിയാം ഫസ്റ്റ് ലെഗിൽ തോറ്റു, അതും ഗാലറ്റാസറായുടെ ഗ്രൗണ്ടിലായിരുന്നു. ആൻഡ് ആൻഫീൽഡിൽ അവർ 4 ഗോളിന് ജയിക്കുന്നു. ആൻഫീൽഡാണ്, ലിവർപൂളാണ്, ചാമ്പ്യൻസ് ലീഗാണ്, അവർ ജയിക്കും. പക്ഷേ PSG അടുത്തേക്ക് പോകുമ്പം ഈ ലിവർപൂൾ ഈ അപ്രോച്ചിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇപ്പോഴത്തെ ഈ സീസണിൻ്റെ ആകെപ്പാടുള്ള ഫോം നോക്കിക്കഴിഞ്ഞാൽ ലിവർപൂളിന് ഒരു ചാൻസും ഇല്ല. പിന്നെ ഒരു കാര്യം, ഈ ഗാലറ്റാസറായിട്ടുള്ള ഇന്നലത്തെ റിസൾട്ട് കാരണം സ്ലോട്ടിന് കുറച്ച് സമയം കിട്ടും. ഒന്നാമത് ലിവർപൂൾ അങ്ങനെ ഒരു മാനേജറെ ഒഴിവാക്കുന്ന ഒരു ക്ലബ്ബല്ല, പെട്ടെന്ന് ഒഴിവാക്കുന്ന ഒരു ക്ലബ്ബല്ല. ഈ സീസൺ പിന്നെ വേറെ പല സാഹചര്യങ്ങളുണ്ട്, ജോട്ടയുടെ മരണം തുടങ്ങി വേറെ പല കാര്യങ്ങളും. അതെ, അപ്പം അത് കാരണം പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനമൊന്നും എടുക്കാൻ പോകുന്നില്ല. പിന്നെ പക്ഷെ ഗാലറ്റാസറായോട് തോറ്റിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ സീസൺ കഴിഞ്ഞ ഒരു മാറ്റം വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുകയായിരുന്നു. ഇതിപ്പോൾ കുറച്ചൊരു സമയം കിട്ടിയിട്ടുണ്ട്. PSG അടുത്ത് തോറ്റാലും കൂടി ഒരു നല്ല പ്രദർശനം കാഴ്ചവെക്കാൻ പറ്റിയാൽ അടുത്ത ജൂലൈ സ്ലോട്ട് ആദ്യം തിരിച്ചു വരും. ഇപ്പോൾ ഈ ഒരു ക്വാർട്ടർ ഫൈനലിൽ നമ്മൾ സംസാരിക്കാത്തൊരു ക്ലബ്ബ്, കാരണം പ്രീ ക്വാർട്ടറിൽ പുറത്തായ ഒരു ക്ലബ്ബാണ് ബോഡോ ഗ്ലിംറ്റ്. ഒരിക്കലും ആരും എത്തിപ്പെടുമെന്ന് പ്രതീക്ഷിക്കാത്ത റൗണ്ട് ഓഫ് 16 വരെ അവർ എത്തുന്നു. അതിൽ ഫസ്റ്റ് ലെഗ് അവർ ഒരു ആധികാരിക ജയം നേടുന്നു. പക്ഷേ സെക്കൻഡ് ലെഗിൽ സ്പോർട്ടിങ് നടത്തിയൊരു അൾട്ടിമേറ്റ് കംബാക്കിൻ്റെ പുറത്താണ് പോകുന്നത്. ആ ഒരു ത്രൂ ഔട്ട് അവരുടെ ജേണി, ഈ ഒരു UCL ഒരു ജേണി എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ UCLൻ്റെ ഏറ്റവും വലിയ കഥ ഇതായിരുന്നു. ശരിക്കും ഈ ഫുട്ബോളിൻ്റെ റൊമാൻസ് എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനത്തെ ക്ലബ്ബുകൾ വലിയ ടീമുകളെ അട്ടിമറിക്കേണ്ടതാണ് ശരിക്കും. അത് പലപ്പോഴും ഇപ്പോൾ നമ്മൾ യൂറോപ്യൻ ഫുട്ബോളിൽ കാണാതെ ആയിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ചെറുപ്പകാലത്ത് ബാഴ്സലോണ 4-0 3-0 ഡിനമോ കിയേവ് തോൽപ്പിച്ചു 97 സീസണിൽ. അങ്ങനത്തെ റിസൾട്ടൊക്കെ ഇടയ്ക്ക് വന്നാലേ ആൾക്കാർക്കൊരു കാണാനൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. ഇത് ഒരേ ടീമുകൾ എല്ലാ തവണയും ക്വാർട്ടറും സെമി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഈ കളിയുടെ കാര്യം പറഞ്ഞാൽ ഒന്നാം പകുതിയുടെ അവസാനം ഇഞ്ചുറി ടൈം എത്തുമ്പോൾ ഇവരുടെ ഒരു ഹെഡർ ബാറ് തട്ടി, അതിൻ്റെ റീബൗണ്ടും ബാറ് തട്ടി. അതെങ്ങാനും കയറിയിട്ട് അത് 1-1 ആയിരുന്നെങ്കിൽ ചിലപ്പോൾ കളി വേറെ ആയിരിക്കും സെക്കൻഡ് ഹാഫിൽ. പക്ഷേ സ്പോർട്ടിങ്ങിന് അവരുടെ ചരിത്രം വെച്ച് അവർ ജയിച്ചു എന്ന് പറയാം ശരിക്കും. ഇപ്പോൾ ബാഴ്സലോണ ഫാൻസ് റെമോണ്ടാഡ എന്ന് എപ്പോഴും പറയും 2015 കളിയെ പറ്റി, PSG 4-1 പിന്നെ 6-1 ജയിക്കണതിനെ പറ്റി. ഇതേപോലെ സ്പോർട്ടിങ്
1964 മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ കപ്പ് വിന്നേഴ്സ് കപ്പായിരുന്നു അപ്പോഴത്തെ രണ്ടാമത്തെ കോമ്പറ്റീഷൻ. ഓൾഡ് ട്രാഫിഡിൽ പോയി 4-1 തോറ്റു. തിരിച്ചു വന്നിട്ട് അത് മാർച്ച് 18 ഇത് ഈ കളി ബൂഡോ ഗ്ലിംറ്റായിട്ട് കളി കളിച്ചത് 17 തീയതി. അപ്പോൾ അവർ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യണ സമയത്ത് ഈ ഡെനിസ് ലോ, ബോബി ചാൾട്ടൺ, ജോർജ് ബെസ്റ്റ് ഈ ടീമിനെ 5-0 തോൽപ്പിച്ചു. അതായിരുന്നു ആദ്യത്തെ റെമോൺടാഡ ശരിക്കും യൂറോപ്യൻ ഫുട്ബോളിൽ. അപ്പോൾ ഇനിയിപ്പോൾ സ്പോർട്ടിങ്ങിന് കളിക്കാനുള്ളത് ആർസണലിനെതിരെയാണ്. നമുക്ക് ആർസണലിൽ ഫസ്റ്റ് ലെഗ് ഒന്ന് സ്ട്രഗിൾ ചെയ്തു ലെവർകൂസനെതിരെ. പക്ഷേ സെക്കൻഡ് ലെഗ് അവർ ഒരു ഈസി വിന്നോട് കൂടി അടുത്ത റൗണ്ടിലേക്ക് കയറുന്നു. ഈ ഒരു സ്പോർട്ടിങ് ഇപ്പം നടത്തിയൊരു കോമ്പറ്റീഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം കൊടുത്തൊരു എനർജി ഉണ്ട്, അവരുടെ ഗ്രൗണ്ടിൽ അവരത്രയും സ്ട്രോങ് ആണെന്ന് അവർ കാണിച്ചു. അപ്പോൾ ആർസണലിന് ഈ ഒരു ഫേസ് ഓഫ് എങ്ങനെ ഉണ്ടായിരിക്കും ഒരു സ്പോർട്ടിങ്ങിനെതിരെ ഉള്ളത്? ഇത് ലെവർകൂസൻ നല്ല ഫൈറ്റ് കൊടുത്തു ആദ്യത്തെ ലെഗിൽ ശരിക്കും. അതുപോലെ തന്നെ ആയിരിക്കും ഇതിപ്പോൾ ലിസ്ബണിൽ പോയി കളിക്കാൻ. അതിപ്പോൾ സ്പോർട്ടിങ്ങിനെതിരായാലും ബെൻഫിക്കയ്ക്കെതിരായാലും ഈ രണ്ടും വലിയ സ്റ്റേഡിയംസ്, ഭയങ്കര പാഷനറ്റ് ഫാൻ ബേസുള്ള സ്റ്റേഡിയംസ്. അപ്പോൾ അത് അവിടുന്ന് ആർസണൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഒരു ഡ്രോ അല്ലെങ്കിൽ ഒരു 1-0 തോറ്റാലും കുഴപ്പമില്ല. എങ്ങാനും സ്പോർട്ടിങ് കഴിഞ്ഞ കൊല്ലം സിറ്റിയോട് ചെയ്ത പോലെ 4-1 ജയിച്ചാൽ ചിലപ്പോൾ ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ട്. ഇപ്പം എല്ലാവരും പറയും രണ്ടാം ലെഗ് ഹോം ഇത് കളിക്കുന്നത് അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ ഇപ്പോൾ റിയാലൊക്കെ കാണിച്ച പോലെ ആദ്യ ലെഗ് നിങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ നന്നായി ജയിക്കാൻ പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ അപ്പം തന്നെ ഒരു ടൈ സെറ്റിൽ ചെയ്യാൻ പറ്റും.